NDPS ആക്ട് അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. NDPS ആക്ട് 1985. NDPS ആക്ട് എന്ന് പൊതുവായി അറിയപ്പെടുന്ന നർക്കോട്ടിക് ഗെയിംസ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഇന്ത്യ 1970 വാങ്ങുവാനും കഴിക്കാനുമുള്ള അവകാശങ്ങളെ നിയന്ത്രിക്കുന്നു. ബിൽ 1985 ഓഗസ്റ്റ് 23 ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. വസ്തുക്കളുടെ കൺവെൻഷൻ മരുന്നുകളുടെയും സൈക്കോട്രോപിക് വസ്തുക്കളുടെയും അനധികൃത ഗതാഗതത്തിനെതിരായ ഐക്യരാഷ്ട്ര കൺവെൻഷൻ എന്നിവ പ്രകാരം ഇവയുടെ ഉടമടികൾ ബാധ്യതകൾ നിറവേറ്റുന്നതിനാണ് ഈ നിയമം രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇതിനെ കാണുന്നു ഗഞ്ചിയെയും ലസിനെയും സവർണ ഇന്ത്യക്കാർ ദരിദ്രന്റെ ലഹരിയായി കണക്കാക്കിയതുവെങ്കിലും കഠിന തടവും കൂടാതെ 1 വർഷം രൂപ പിഴയും 1988, 2001, 2014, 2021 വർഷങ്ങളിൽ ഭേദഗതി വരുത്തി. അവശ്യ മയക്കുമരുന്ന് മരുന്നുകൾ മോർഫിൻ, ഫെന്റനൈൽ, മെത്തഡോൺ എന്നിവയ്ക്കുള്ള ആക്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി. വേതന പരിഹാരവും സാന്ത്വന പരിചരണവുമായി മയക്കുമരുന്നിനെ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ അളവ് മയക്കുമരുന്ന് കടത്തിന് ആവർത്തിച്ച ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ NDPS നിയമം നിർബന്ധിത വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി പ്രകാരം ഞാൻ അവതരിപ്പിക്കുന്നു. കേന്ദ്ര മന്ത്രാലയം NDDCയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ചേർന്ന് നടത്തിയ സർവേയിൽ നിന്നും കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം 40 ലക്ഷത്തോളം പേർ ഉപയോഗിക്കുന്നു. അതായത് മൊത്ത ജനസംഖ്യയിൽ ഏകദേശം 1.80%. അതുപോലെ മുതിർന്നവരിൽ 1,90,00,000 പേർ ഉപയോഗിക്കുന്നു, ഏകദേശം 2.10%. സെൻസിറ്റീവ് കുട്ടികളിലും കൗമാരക്കാരിലും 20 ലക്ഷം പേർ ഉപയോഗിക്കുന്നു, അതായത് 0.0 അടിമകളാകുന്നത്. കൗമാരക്കാരെ ആകർഷിക്കുന്ന ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തെയും നാഡീപ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. ദുഃഖങ്ങൾ മറക്കാൻ സന്തോഷത്തിനും വേണ്ടിയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നാണ് ഇതിൽ അടിമപ്പെട്ടവർ പറയുന്നത്. എന്നാൽ തീർത്തും തെറ്റായ ഒരു വാദഗതിയാണിത്. പ്രശ്ന പരിഹരണത്തിന് വിശപ്പില്ലായ്മ എന്നീ ശാരീരിക രോഗങ്ങൾക്ക് പുറമെ മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ മറ്റു അപകടങ്ങളിൽ എയ്ഡ്സ് വൈറസ് ആണ് ബാധിക്കുന്നത്. ഞാനിവിടെ അവതരിപ്പിക്കുന്നു. അക്രമത്തിലൂടെയും ഭീഷണിയിലൂടെയും ഒരു ഗവൺമെന്റിന്റെയോ സമൂഹത്തിന്റെയോ നയങ്ങളെ സ്വാധീനിക്കാനും മയക്കുമരുന്ന് വിരുദ്ധ നിയമങ്ങൾ ആസൂത്രിതമായി ഭീഷണിപ്പെടുത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതിനുള്ള ഒക്ടോബർ 14 ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ വ്യാപാര വ്യവസായികൾ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിക്കണം. ലഹരിമുക്ത കേരള എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി രൂപം നൽകിയ ലഹരിവർജന മിഷനായ യുക്തിയടക്കം പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരുമ്പോൾ തന്നെയാണ് ഈ കമ്പനി ഒന്ന് നിർത്തി മാറ്റുന്നു തുടങ്ങുകയല്ല. എന്നാൽ നവംബർ 1 സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും